ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോയമ്പിൻ്റെ 39-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നാളെ 40-ാം വെള്ളിയാഴ്ചയാണ്. ഇന്ന്, നാളെ, മറ്റന്നാൾ ഉപവാസത്തിൻ്റെ ദിവസമാണ്. ഞാനൊരു പ്രത്യേക തരത്തിലുള്ള ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസം, അത് ഇതുവരെ എടുക്കാത്തവർ നിർബന്ധമായും ഇന്ന് എടുത്തിരിക്കണം. വ്യാഴം, വെള്ളി, ശനി, 40-ാം വെള്ളിയാഴ്ച, അതിനുശേഷം ശനിയാഴ്ച വൈകുന്നേരം അവസാനിപ്പിക്കത്തക്ക രീതിയിൽ. അതുപോലെ തന്നെ ദുഃഖവെള്ളിയാഴ്ചയും, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ആ 3 ദിവസവും ഇതുപോലെ തന്നെ ഉപവാസം. അപ്പോൾ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ നമുക്ക് പറയാൻ പറ്റാത്തത്ര ഒരു ആത്മീയ അനുഭവത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇന്നത്തെ തിരുവചന ഭാഗം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ. അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുകയാണ്. യേശു ആ വഴി കടന്നു പോകുന്നത് കേട്ടപ്പോൾ വഴിയരികിലിരുന്ന 2 അന്ധന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ, ഞങ്ങളിൽ കനിയണമേ. പ്രിയപ്പെട്ടവരെ, അവരുടെ കണ്ണിന് മാത്രമേ കാഴ്ച ഇല്ലാതിരുന്നുള്ളൂ. അവരുടെ ചെവിക്ക് കേൾവിയുണ്ടായിരുന്നു, അവരുടെ ഹൃദയത്തിൽ ഏകാഗ്രതയുണ്ടായിരുന്നു. ചെവിക്ക് കേൾവിയുണ്ടായിരുന്നു, ഹൃദയത്തിൽ ഏകാഗ്രതയുണ്ടായിരുന്നു, കണ്ണ് കാണാൻ മേലായിരുന്നു. കണ്ണടയ്ക്കുമ്പോൾ കിട്ടുന്ന വലിയ 2 യാഥാർത്ഥ്യങ്ങളും ഭാവങ്ങളുമാണ് ഈ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയും ഉൾവിളിയും ഉൾക്കേൾവിയും എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് അവർക്ക് കാഴ്ച കിട്ടിയതുപോലെ അവർ വിളിച്ചപേക്ഷിക്കുക, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. കൃത്യം ഒരു അനുഭവത്തിലേക്ക് അവർ വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നം നമ്മളെല്ലാം കാണുന്നു, പക്ഷേ ഉൾക്കാഴ്ച ഉണ്ടാകുന്നില്ല. ബാഹ്യമായിട്ടുള്ളതെല്ലാം കാണുന്നു, ഉൾക്കാഴ്ച ലഭിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ബാഹ്യമായിട്ടുള്ള കണ്ണുകൾ ഒന്ന് അടയ്ക്കാം. ബാഹ്യമായിട്ട് നമുക്ക് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ആന്തരികമായ ഉൾവിളികളും ഉൾപ്രേരണകളും ഉൾക്കാഴ്ചകളും ഉണ്ടാകും. ദാവീദിന്റെ പുത്ര എന്ന മനസ്സറിഞ്ഞ് വിളിക്കാൻ പറ്റുന്ന ഒരനുഭവം ഉണ്ടാകും. എന്നിൽ കനിയണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാനുള്ള അനുഭവം ഉണ്ടാകും. നമ്മുടെ പ്രശ്നം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൊന്നായ കണ്ണ് തന്നെയാണ്. നമ്മളെല്ലാം കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല, പക്ഷെ നിങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. ഈശോയുടെ വചനം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക്, പ്രിയപ്പെട്ടവരെ, പറ്റുന്ന സമയത്തെല്ലാം പ്രാർത്ഥനയുടെ ഏകാഗ്രതയിൽ, പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ നമുക്ക് മിഴി പൂട്ടി പ്രാർത്ഥിക്കാനായിട്ട് കഴിയട്ടെ. നിങ്ങൾ ജപമാല ചൊല്ലുന്നു, വീട്ടിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, ദേവാലയത്തിൽ നൊവേനകളിൽ പങ്കെടുക്കുന്നു. എത്രമാത്രം നിങ്ങൾക്ക് മിഴിപൂട്ടി ഇതൊക്കെ ചെയ്യാൻ പറ്റും? കണ്ണടച്ച് ഏകാഗ്രതയിലേക്ക് വന്ന് നിങ്ങൾക്ക് പ്രാർത്ഥന അനുഭവം സ്വന്തമാക്കാൻ പറ്റുമോ? നമുക്ക് ഈ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ദിവസം ഇന്ന് നമുക്ക് നമ്മുടെ ഉൾക്കണ്ണിനെ ഒന്ന് തുറക്കാം. ബാഹ്യമായിട്ടുള്ള കണ്ണിനെ അടച്ച്, ഈ കണ്ണടയ്ക്കെന്ന് പറയുമ്പോൾ ലോകത്തിൽ നിന്ന് നമ്മളങ്ങ് മാറി നിൽക്കുകയാണ്. കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ കാണുന്നില്ല ലോകത്തെ നമ്മളിൽ നിന്ന് അകറ്റുകയാണ് ശരിക്കും പറഞ്ഞാൽ കണ്ണടയ്ക്കുമ്പോൾ. അപ്പോൾ നമുക്ക് സ്വർഗരാജ്യം ഉള്ളിൽ അനുഭവപ്രദമാകും. അല്ലെങ്കിൽ ഈ ഭൗമിക ലോകം നമ്മൾ കണ്ട് തൃപ്തിയടയും. നമുക്ക് ഈ ലോകത്തേക്കാൾ ആന്തരികമായൊരു അനുഭവവും സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം സ്വന്തമാക്കാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ഇന്നത്തെ പരിശീലനത്തിലേക്ക് പ്രവേശിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, 39-ാം ദിവസത്തിൻ്റെ പരിശീലനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കുന്ന വചനത്തിൻ്റെ ചിന്തകൾ കേട്ടു, കണ്ണിനെ ഏകാഗ്രമാക്കുന്ന ചിന്തകൾ കേട്ടു. അതോട് ചേർന്ന് നമുക്ക് പരിശീലിക്കാം. ഒരു നിമിഷം ഈശോയെ മനസ്സിൽ ധ്യാനിച്ച്, ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഉൾക്കാഴ്ചയായി വരണമേ, ഉൾപ്രേരണയായി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം ഞാൻ ഈ ചെയ്യുന്ന, പരിശീലിക്കുന്ന യോഗയിലൂടെ കൂടുതൽ ആരോഗ്യം, കൂടുതൽ നന്മ, സന്തോഷം, ആനന്ദം, ഈ കാലഘട്ടത്തിൽ കൃപയോടെ നിന്നോട് ചേർന്ന് ജീവിക്കാനുള്ള വരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. കൈകൾ അഭ്യേക, മുഖത്ത് ചൂടും. എന്താ നമ്മൾ പരിശീലനതാണ്? 2 കാലുകളും അകത്തി വയ്ക്കണം. ആദ്യം നിങ്ങളുടെ ഇടത് കാൽപാദം തിരിക്കുന്നു, ഇടത് കാൽമുട്ട് മടക്കി 2 കൈകളും തറയോട് ചേർത്ത് വയ്ക്കണം. 1, കൈ നിവർത്തി, ഹാൻഡ്സ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ് ചെയ്യുന്ന പോലെ കാല് നിവർത്തി, കൈ നിവർത്തി. 2, ശ്വാസം എടുക്കണം. ശ്വാസം വിട്ടു, ശ്വാസം എടുത്തു. ശ്വാസം എടുത്തു, ശ്വാസം വിട്ടുകൊണ്ട്
ഇതുപോലെ കൈ ഇങ്ങനെ ചേർത്ത് കൊണ്ടുവന്ന് ഇത് കണ്ടു തറയോട് ചേർക്കണം. വീണ്ടും ഇതുപോലെ ചേർത്ത കാലുകൾ അകത്തി വയ്ക്കുക. 2 കൈകളും ഇതുപോലെ ഒന്ന് വിരിച്ചു പിടിക്കുക. എന്നിട്ട് ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. വീണ്ടും ഈ പരിശീലനം അടുത്ത സൈഡിലേക്ക് വലത് കാൽപാദം തിരിക്കുന്നു. ഇതുപോലെ ശ്വാസം എടുക്കുക. ഇതുപോലെ 2 കൈകളും കാലിൻ്റെ 2 സൈഡിലായിട്ട് ചേർത്ത് വയ്ക്കുക. ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. അതിനുശേഷം പയ്യെ നേരെയാകുന്നു. 2 കൈകളും ഇങ്ങനെ വിരിച്ചു പിടിക്കുക. ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. വീണ്ടും ലോവർ ബാക്കിൽ നിന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്ത് 2 കൈകളും കൂട്ടിപ്പിടിച്ച് ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്ത് ഇതുപോലെ തറയോട് ചേർത്ത് വയ്ക്കുക. ഡീപ്പായിട്ട് ശ്വാസം എടുക്കണം. അതിനുശേഷം ഈ കൈകൾ ഇതുപോലെ വലത് കൈ ഇടത് കൈയുടെ മുട്ടിൽ, ഇടത് കൈ വലത് കൈയുടെ മുട്ടിൽ പിടിച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8. മുട്ടുമടങ്ങാൻ പാടില്ല. 9 10. വീണ്ടും നന്നായിട്ടൊന്ന് കുനിയുക. ഇതേ പൊസിഷനിലേക്ക് കൈ കൊണ്ടുവരിക, തലയുടെ മുകളിലായിട്ട്. ഡീപ്പായിട്ട് ശ്വാസം എടുക്കണം, പുറത്തേക്ക് വിടും. 2 കൈകളും ഷോൾഡർ ലെവലിലൂടെ പയ്യെ താഴേക്ക് കൊണ്ടുവരിക. 2 കാലുകളും അടുപ്പിച്ച് വയ്ക്കുക. കൈകൾ കൂട്ടിപ്പിടിക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. ശിരസ് അല്പം കുമ്പിട്ട് കൈകൾ കൂപ്പി ഈശോയുടെ കുരിശിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. റബ്ബേ ചൂട് കൊടുക്കുക. ഈശോ നിങ്ങളെ